പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ മാതൃകയായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാനും ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവാനും പാപങ്ങളിൽ നിന്ന് മോചനം നേടി ആത്മീയമായി വളരുവാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ആത്മാവിൽ സ്വർഗീയ കൃപ നിറയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാം. മാലാഖയുടെ സന്ദേശം കേട്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മാതാവിൻ്റെ ആ വാക്കുകൾ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മാതൃകയാണത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാനും അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതം ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. പാപികളുടെ സങ്കേതമേ, കൃപാസനം രാജ്ഞി, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളെയും ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിന് മുൻപിൽ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് മാനസാന്തരം നൽകണമേ. തെറ്റുകൾ തിരുത്തി ദൈവത്തിലേക്ക് തിരിയുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ബലഹീനതകളിൽ വീണുപോകാതെ പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ തെറ്റുകൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥ്യം വഹിക്കണമേ. ഞങ്ങൾക്ക് പൂർണ്ണമായ പാപമോചനം ലഭിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്താപിക്കാം. ഞങ്ങളുടെ വഴികാട്ടിയായ അമ്മേ, ഓരോ വ്യക്തിക്കും ദൈവം നൽകിയിട്ടുള്ള പ്രത്യേക വിളികൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വൈദിക സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർ ആ വിളിയിൽ ഉറച്ചു നിൽക്കുവാനും മറ്റു ജീവിത വഴികളിലുള്ളവർ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും സഹായിക്കണമേ. ഞങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയെയോ ജോലിസ്ഥലത്തുള്ളവരെയോ സഹപ്രവർത്തകരെയോ ദൈവത്തിൻ്റെ ദാനമായി കാണുവാനും അവരുമായി സ്നേഹത്തിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഓരോ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിന് തീക്ഷ്ണത നൽകണമേ. ദിവസവും തിരുവചനം വായിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനും ജപമാല ചൊല്ലുവാനും ഞങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലെ കാര്യങ്ങൾക്കു വേണ്ടി ദൈവത്തെയും പ്രാർത്ഥനയെയും മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. എൻ്റെ മനസ്സിൽ ഈശോയുടെ സ്നേഹം നിറയ്ക്കണമേ. പ്രലോഭനങ്ങളിൽ വീഴാതെ
സത്യത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ. കൃപാസന മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഞങ്ങൾക്ക് ആത്മീയമായ വളർച്ച നൽകണമേ. ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങൾ പാപങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധിയിൽ വളരുമെന്നും ദൈവഹിതം നിറവേറ്റാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പിടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. അമ്മയുടെ അനുഗ്രഹവും ആത്മീയ കൃപയും നിങ്ങളെല്ലാവരിലും നിറയട്ടെ. ആമേൻ.